ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് ഇന്ത്യസ് ഫസ്റ്റ് ലോട്ടസ് എലീസ് SC ആണ്. അപ്പം എലീസ് SC എന്ന് പറയുന്ന ഈ ഒരു വാഹനം മസ്കറ്റിൽ നിന്ന് കാർനെറ്റ് ത്രൂ ആണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നീ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി എലീസിൻ്റെ ടോപ്പ് ഓഫ് ദി ലൈൻ ആയിട്ടുള്ള സൂപ്പർ ചാർജ്ഡ് വേരിയൻ്റ് ആണ്. അപ്പം എലീസിൽ നമുക്ക് പല ട്രിംസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതിൽ ടോപ്പ് ഓഫ് ദി ലൈൻ ആയിട്ടുള്ള SC അതായത് സൂപ്പർ ചാർജ്ഡ് വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം ലോട്ടസ് എലീസിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു ബ്രാൻഡ് ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോബൽ മാർക്കറ്റിൽ റേസിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ കാസ് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ലോട്ടസിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു മോഡലും കൂടെയാണ് എലീസ് SC. കാര്യം നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാടധികം വീഡിയോ ഗെയിംസിലും അതേപോലെ NFSലൊക്കെ കണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ് എലീസ്. അപ്പോൾ ആ ഒരു എലീസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മൾ ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡിന് നമ്മൾ ടാറ്റ ഇന്ത്യൻ ബ്രാൻഡായ ടാറ്റയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാറ്റ ഹാരിയറിൻ്റെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ആ ഒരു R&Dയിൽ നമ്മൾ ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡ് അതേപോലെ ജാഗ്വാർ ലാൻഡ് റോവറും കൂടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ആ ഒരു ലോട്ടസും അതേപോലെ JLRും കൂടെ ചേർന്നാണ് ഹാരിയറിൻ്റെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും എലീസിലേക്ക് വരാം. എലീസ് എന്ന് പറയുന്ന വാഹനം ഈ പറഞ്ഞ പോലെ ശരിക്കും ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡേ ടു ഡേ കമ്മ്യൂട്ടിനുപരി ശരിക്കും ട്രാക്കിലാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു വാഹനം ഇപ്പം കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ മസ്കറ്റിൽ നിന്ന് വന്ന വാഹനമാണ്. നമ്മളുടെ റോഡുകളിൽ അത്യാവശ്യം നമുക്ക് തെറ്റില്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്പോർട്സ് കാറാണ്. കാര്യം വലിയ രീതിയിലുള്ള ഓവർ ഹാങ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി തട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എലീസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലി ഒരു എയറോഡൈനാമിക് കോൺസെപ്റ്റുള്ള ഡിസൈനാണ് നമ്മൾ സ്പോർട്സ് കാറുകളിലൊക്കെ കണ്ടുവരുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനിൽ ഈ പറഞ്ഞ പോലെ ഹെഡ് ലാമ്പിലേക്ക് വരാം. ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു LED സ്ട്രിപ്പ് കാണാം. അത് കൂടാതെ നമുക്ക് പ്രൊജക്ടർ ഹാലജൻ റിഫ്ലക്റ്റർ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ഔട്ട്പുട്ട് നൽകുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു വാഹനം എലീസിന് മൊത്തം 3 സീരീസ് അല്ലെങ്കിൽ 3 ജനറേഷൻസിൽ എലീസ് അവൈലബിൾ ആണ്. അതിൽ സെക്കൻഡ് ജനറേഷനിൽ പെടുന്ന മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് റേഡിയേറ്റർ ഗ്രില്ലും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതുകൂടാതെ നല്ല രീതിയിലുള്ള സ്കൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എയറോഡൈനാമിക് ആയിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അഗ്രസീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ബോഡി ലൈൻസും കാര്യങ്ങളും സ്കൂപ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് ലോട്ടസിൻ്റെ ഒരു ക്ലാസിക് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് താഴേക്ക് വരുമ്പോൾ മസ്കറ്റിലെ ലൈസൻസ് ബോർഡ് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർനെറ്റ് ത്രൂ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് വന്നൊരു വണ്ടിയാണ്. അതുകൂടാതെ നല്ല രീതിയിലുള്ള ഒരു നമുക്കൊരു ഗ്രില്ലും ഏരിയയൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബമ്പേഴ്സിൻ്റെ ലോവർ ഹാഫിലേക്ക് വരുമ്പോൾ ലോവർ ലിപ്പ് പോലെ ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമുക്ക് ലിപ്സോ കാര്യങ്ങളോ അഡീഷൻസ് ഒന്നും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൂടാതെ നമുക്ക് ലൈസൻസ് ബോർഡ് തൊട്ട് മേളിലുള്ള ഗ്രില്ല് 2 ഓക്സിലറി ലാംപ്സ് കാണാൻ സാധിക്കും. കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റി കൂട്ടാനായിട്ട് 2 ഓക്സിലറി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്ലാസ് ഏരിയയിലേക്ക് ഫ്രണ്ട് ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പം ഞാൻ പറഞ്ഞ പോലെ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി ഡ്രൈവറിന് കിട്ടുന്ന രീതിയിൽ തന്നെ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഗ്ലാസ് വൈപ്പ് ചെയ്യുന്ന ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എയറോഡൈനാമിക് ആയിട്ടുള്ള നമുക്ക് സൈഡ് വ്യൂ മിറേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും വളരെ ഒരു എന്താ പറയുക നല്ലൊരു അഗ്രസീവായിട്ട് ലുക്ക് നൽകുന്ന രീതിയിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോട്ടസ് എലീസ് SCയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു റേസിംഗ് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാരണം അപ്പോൾ എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ലാംബോർഗിനിയും അതേപോലെ ഫെറാറിയിലെല്ലാം കാണുന്ന മാതിരി ആ ഒരു ഹൈറ്റ് മാത്രം ഏകദേശം എൻ്റെ ഒരു ഹിപ്പോളം മാത്രമേ ഹൈറ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ കാറുകളിൽ പറയുന്ന പോലെ ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3780 mm ആണ്. അതേപോലെ വീൽ ബേസിലേക്ക് വരുമ്പം 2800 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാറിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻ കോൺസെപ്റ്റിൽ തന്നെയാണ് ഒരു എന്താ പറയുക ട്രാക്ക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ടയേഴ്സിലേക്ക് വരാം. ആദ്യം ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സ്മോക്ക് ബ്ലാക്ക് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 ഇഞ്ചും അതേപോലെ ബാക്കിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് ഡിസ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് നമുക്ക് എലീസിൻ്റെ ചെറിയൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും.
അതുകൂടാതെ നമുക്ക് സൈഡ് വ്യൂ മിററിലേക്ക് വരുമ്പം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സൈഡ് വ്യൂ മിററിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഡോസിലേക്ക് വരുമ്പം ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ആ ഒരു പ്രസ് ചെയ്യാനുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡോസ് തുറക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫ്രെയിംലെസ് ഡോസ് ആണ് വന്നിരിക്കുന്നത്. അതും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അത് പറയുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ആക്ച്വലി ഒരു കൺവേർട്ടബിൾ ആയിട്ടുള്ള കാറാണ്. കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ ഹാർഡ് ടോപ്പ് വേരിയൻ്റ് ആണ്. പക്ഷേ നമുക്കിത് മെക്കാനിക്കലി കൺവേർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റാണ്. നമുക്ക് എലൻ കീ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഊരി മാറ്റാൻ സാധിക്കണം. പക്ഷേ കുറച്ച് നമുക്ക് ടാസ്ക്കാണ്. എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എലൻ കീ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എലീസ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1000 കിലോയിൽ താഴെ 900 കിലോ അടുപ്പിച്ച് മാത്രമേ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അത് തന്നെയാണ് എലീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമുക്ക് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ്സ് യൂസ് ചെയ്താണ് ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണം മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അതുകൂടാതെ ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അലൂമിനിയം ഫ്രെയിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു റേസിംഗ് കാർ അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർ എന്ന രീതിയിൽ മാക്സിമം നമുക്ക് ആ ഒരു കംഫർട്ടും സ്പീഡും നമുക്ക് കോൺഫിഡൻസോട് കൂടി നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് യൂസ് ചെയ്താണ് മാക്സിമം ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ പെട്ടെന്ന് കാണുമ്പോൾ ഈ ഒരു സ്കൂപ്പ് പെട്ടെന്ന് കാണുമ്പോൾ മെക്ലറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്കൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഫെറാറി ഇൻസ്പയർഡ് ആയിട്ടുള്ള ചെറിയ ലുക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ബേസിക്കലി ഒരു സ്പോർട്സ് കാറാണ്. അപ്പോൾ ഈ ഒരു സെയിം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള എയറോഡൈനാമിക് ഡിസൈൻ ബിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്കൂപ്പ് കാണാം. എയർ ഇൻടേക്കിനുള്ള വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ചെറിയ ബ്ലാക്ക് ഫിനിഷ് കാണാം. അതുകൂടാതെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ബ്ലാക്ക് ഡീക്കൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പം നമുക്ക് ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ പേപ്പർ വരുന്നത് ഏകദേശം 140 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാറുകൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫെറാറി ആയാലും ലാംബോർഗിനി ആയാലും അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലെ റോഡ്സിൽ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടി തട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും ബാക്കിയുള്ള സ്പോർട്സ് കാറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ലോട്ടസ് എലീസ് എസ്സിയുടെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഞാൻ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ കാണുമ്പോൾ ഫെറാറി ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു LED പാറ്റേൺ അല്ലെങ്കിൽ LED ടെയിൽ ലാംപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 യൂണിറ്റ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെയിൽ ലാമ്പ് ക്ലസ്റ്ററിന് നടുക്കായിട്ടാണ് ലോട്ടസിൻ്റെ ഒരു ക്രോം ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ബമ്പേഴ്സിലായിട്ട് എലീസിൻ്റെ ഒരു ക്രോം ബാഡ്ജിങ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ SCയുടെ ഒരു സ്റ്റിക്കർ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SC ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ ചാർജ്ഡ് വേർഷൻ ആയതുകൊണ്ട് ആ ഒരു SCയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് നോൺ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്പോയിലർ, നമുക്കൊരു ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഒരു ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ മസ്കറ്റിലെ ആ ഒരു ലൈസൻസ് ബോർഡ് നമുക്ക് ഈ ഒരു പോർഷനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലൈസൻസ് ബോർഡിലേക്ക് 2 ഹാലജൻ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ലോവർ ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്കൊരു സിംഗിൾ ടിപ്പ് എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് താഴെയായിട്ട് കാണാം. അതുകൂടാതെ ഡിഫ്യൂസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് വരാൻ വേണ്ടി അപ്പോൾ ആ രീതിയിലുള്ള സ്കൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ഇപ്പം ഈവൻ റിയർ പ്രൊഫൈലായാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മേജറായിട്ട് അറിയേണ്ട ഒരു കാര്യം എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ക്യാബിന് അല്ലെങ്കിൽ എഞ്ചിൻ റൂം ഈ ഒരു പോർഷനിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബേസിക്കലി ഈ ഒരു വാഹനം മിഡ് എഞ്ചിൻ്റെ ആയിട്ടുള്ള വാഹനമാണ്. അപ്പം ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാഹനമാണെങ്കിലും നമുക്ക് എഞ്ചിൻ സോഴ്സ് ചെയ്തിരിക്കുന്നത് ടൊയോട്ടയിൽ നിന്നാണ്. അപ്പോൾ ടൊയോട്ടയുടെ 1.8 ലിറ്റർ സൂപ്പർ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 സിലിണ്ടർ ഇൻലൈൻ മോട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിനിലേക്ക് വരുമ്പം എഞ്ചിൻ കവറിന് മുകളിലായിട്ട് തന്നെ ലോട്ടസ് പെർഫോമൻസും അതേപോലെ സൂപ്പർ ചാർജിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ടൊയോട്ടയുടെ എഞ്ചിനാണെന്ന് പറയുകയുണ്ടായി. അപ്പം ഈ ഒരു വാഹനം 1.8 ലിറ്റർ ടൊയോട്ട സോഴ്സ്ഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ടൊയോട്ട വാഹനങ്ങളിൽ കാണുന്ന 1800 cc വാഹനങ്ങളുടെ പവർ അല്ല ആക്ച്വലി നമുക്ക് എലീസിലേക്ക് വരുമ്പോൾ വരുന്നത്. നമ്മൾ ഈ ഒരു 1.8 എഞ്ചിൻ നമുക്ക് ക്യാമറയിലും കൊറോളയിലൊക്കെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ കണ്ട ഒരു സെയിം മോട്ടർ തന്നെയാണ്. പക്ഷേ നമ്മളത് എലീസിലേക്ക് വരുമ്പം ടൊയോട്ടയിൽ 130-140 bhp എത്തി നിൽക്കുന്ന മോഡൽസ് അല്ലെങ്കിൽ ആ ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എലീസിലേക്ക് എത്തുമ്പോഴത്തേക്ക് നേരെ 230-240 bhp മാറും. അവിടെയാണ് ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ മാക്സിമം അഗ്രസീവായിട്ടുള്ളൊരു മോട്ടറാണ് നമുക്ക് എലീസ് എസ്സിയിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനായിട്ട് കാണാം. അതുകൂടാതെ നമുക്ക് ഈ ഒരു സ്പേസ് ആണെങ്കിൽ ഈ ഒരു പോർഷനാണ് ചെറിയൊരു ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ, കാര്യം ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റ് അല്ലെങ്കിൽ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പം നമുക്ക് ഒരുപാട് യൂട്ടിലിറ്റി ആസ്പെക്റ്റിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ സ്റ്റഫ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ഈ ഒരു പോർഷൻ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്ക് അടയ്ക്കാൻ സാധിക്കും. അതുകൂടാതെ വെന്റിലേഷന് വേണ്ടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് ഗ്ലാസ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാം. അവിടെ നമുക്ക് ചെറിയൊരു LED ഹൈ റേസ്ഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിന് അത്യാവശ്യം നല്ല വിസിബിലിറ്റി നൽകുന്ന രീതിയിൽ തന്നെയാണ് ഗ്ലാസിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പവർ ടു വെയിറ്റ് റേഷ്യോ എല്ലാം പക്കയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അഗ്രസീവായിട്ട് തന്നെ ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എലീസ് SEയുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പം ഒരു എന്താ പറയുക പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു സീറ്റിംഗ് പോസ്ചർ തന്നെയാണ് നമുക്ക് എലീസ് SE ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. നമ്മളുടെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ശരിക്കും ആ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വെയിറ്റ് കുറച്ചാണ് ഈ ഒരു വാഹനം എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാർബൺ ഫൈബറിലാണ് മൊത്തം ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ പുറത്ത് പറഞ്ഞ പോലെ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ്സ് വന്നിരിക്കുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കാർബൺ ഫൈബർ കോമ്പോസിറ്റ്സ് യൂസ് ചെയ്താണ് മാക്സിമം മെജോറിറ്റി പാർട്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവൻ സീറ്റ്സിലേക്ക് വരുമ്പോൾ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. കാര്യം വെയിറ്റ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ക്വിൽട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അപ്പോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പൊസിഷനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഗിയർ നോബ് പറയാം. അപ്പോൾ ഗിയർ നോബ് നമുക്ക് ഈ ഒരു പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ മാനുവലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികവും സ്പോർട്സ് കാറുകൾ അല്ലെങ്കിൽ ട്രാക്ക് ഓറിയൻറ്റഡ് കാറുകൾ മാനുവൽ തന്നെയാണ് കണ്ടുവരാറ്. അപ്പോൾ ഒരു 6 സ്പീഡ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നേരെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആ ഒരു പോർഷനിലായിട്ട് തന്നെ ബാക്കിൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു കൺസോളൊക്കെ ടോട്ടലി ലെതർ റാപ്ഡ് ആണ്. ഡ്യുവൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരാം. ഇനി സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പോൾ മോമോയുടെ ഒരു സ്റ്റിയറിംഗ് കോളമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റിയറിംഗ് കോളമാണ്. വളരെ കംഫർട്ടബിളായിട്ട് വളരെ പെട്ടെന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെനൂറബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് കോളമാണ്. നടുക്ക് ലോട്ടസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എയർ ബാഗിൻ്റെ ഒരു നമുക്കൊരു ലോഗോ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഡാഷ്ബോർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് ലോട്ടസിൽ നമുക്ക് എലീസ് എയർ ബാഗ് ഇല്ലാത്തൊരു വേരിയൻറ്റ് കുറച്ച് നാൾ അവൈലബിൾ ആയിരുന്നു. സ്ട്രീറ്റ് ലീഗൽ അല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മാത്രം ആ ഒരു മോഡൽ അവൈലബിൾ ആയിരുന്നു. വീണ്ടും സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫാബ്രിക് റാപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കോളമാണ്. ലെതർ അല്ല, ഫാബ്രിക്കാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ നമ്മൾ കോൺഫിഡൻസ് നൽകുന്ന ഒരു സ്റ്റിയറിംഗ് കോളമാണ്. അതുകൂടാതെ നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരാം. മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു യൂണിറ്റാണ് മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. ടോട്ടലി ഒരു കാർബൺ ഫൈബർ റാപ്ഡ് ആയിട്ടുള്ള കാർബൺ ഫൈബർ യൂണിറ്റാണ്. നമുക്കൊരു RPM മീറ്ററും അതേപോലെ സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി നൽകുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അതിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു MID സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ ഫ്യൂൽ ഗേജും അതേപോലെ അതുകൂടാതെ ഈ ഒരു വാഹനം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ AC വെൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സർക്കുലർ മോഷനുള്ള AC വെൻസാണ് നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 AC വെൻസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിലായിട്ടും നമുക്ക് 2 AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ലിവേഴ്സും ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റിൻ്റെയും അതേപോലെ വൈപ്പർ കൺട്രോൾസൊക്കെ ഈ ഒരു പോർഷനായിട്ട് കാണാം. ഈ ഒരു 2 AC വെൻസ് നമുക്ക് സെൻറ്റർ കൺസോളിൽ വരുന്ന AC വെൻസിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സോണിയുടെ ഒരു നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ നോർമൽ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡോ കാര്യങ്ങളൊന്നും കാര്യം ഇതൊരു ട്രാക്ക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്പോർട്സ് വെഹിക്കിളാണ്. അപ്പം വേറെ വലിയ രീതിയിലുള്ള ലക്ഷറി കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ഒരു പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി മാക്സിമം ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സ് എല്ലാം വെയിറ്റ് കുറച്ച് തന്നെയാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ AC-യുടെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളും കാണാം. അതുകൂടാതെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. അതുകൂടാതെ നമുക്ക് അലുമിനിയം ഫ്രെയിം നമുക്ക് ഉള്ളിലായിട്ട് കാണാൻ സാധിക്കും. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രെയിംസിലെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു സ്പേസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കാര്യം അത് വീണ്ടും ഈ പറഞ്ഞ പോലെ അലുമിനിയം ഓൾറെഡി നമുക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറവാണെങ്കിലും വീണ്ടും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അതിൽ ഹോളൊക്കെ ഇട്ടാണ് നമുക്ക് ഈ ഒരു അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എക്സ്പോസ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോ പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ കോ പാസഞ്ചറിന് 2 രീതിയിൽ കാല് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഒരു സെറ്റപ്പിലാണ് നമുക്ക് ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനായിട്ട് ഒരു മാനുവലി ഡിം ചെയ്യാൻ സാധിക്കുന്ന ഒരു IRVM കൊടുത്തിട്ടുണ്ട്. റൂഫ് ടോട്ടലി ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പുറത്ത് വെച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മെക്കാനിക്കലി ഈ ഒരു റൂഫ് നമുക്ക് കൺവേർട്ടബിളായിട്ട് മാറ്റാൻ സാധിക്കും. റൂഫ് എടുത്ത് മാറ്റാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ LN കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ടബിൾ ആക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ശരിക്കും ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് ഷോൾഡേഴ്സ് ആയാലും അത്യാവശ്യം നല്ല ഉയരത്തിലാണ് സൈഡ് ഷോൾഡേഴ്സ് വന്നിരിക്കുന്നത്. നമ്മൾ കയറാനും ഇറങ്ങാനും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ കയറാനും ഇറങ്ങാനും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഈ സൈഡ് ഷോൾഡർ അത്യാവശ്യം വലുത് തന്നെയാണ്. ഡോർ പാഡ്സിലേക്ക് വരുമ്പോഴും
ലെതർ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ച് ഗിയേഴ്സും ഡോർ ഓപ്പൺ ചെയ്യുന്ന ലിവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ആഡംബരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഈ പറഞ്ഞ പോലെ മാക്സിമം വെയിറ്റ് കുറച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനും ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ട്രാക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു റേസിംഗ് കാറിലിരിക്കുന്ന അതേ ഫീൽ നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിലിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഹലോ, എൻ്റെ പേര് നിതിൻ. ഞാൻ മസ്കറ്റിൽ ബിസിനസ് ചെയ്യുന്നു. ആക്സിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി ഡൈവേഴ്സ് ബിസിനസ്സാണ്. ട്രിവാൻഡ്രമാണ് എൻ്റെ സ്ഥലം. ഇവിടെ ട്രിവാൻഡ്രത്ത് പേട്ടയിലാണ്. ഞാനൊരു ഓട്ടോ എൻതൂസിയാസ്റ്റാണ്. കാർസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി സ്പീഡ് കാർസ്. ലോട്ടസ് എലിസ് ഞാൻ കുഞ്ഞുനാളിൽ NFSലും അതേപോലത്തെ ഗെയിംസിലും കളിച്ചിട്ടുള്ള സ്ഥിരമായിട്ട് സെലക്ട് ചെയ്യുന്നൊരു കാറാണ്. ഒമാനിൽ സൂപ്പർ ചാർജ് എലിസ് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള എൻ്റെ ഗാരേജിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള വെഹിക്കിൾ ലോട്ടസാണ്. നമുക്ക് മസ്കറ്റിൽ വൺ മോർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. എല്ലാ സൂപ്പർ കാർ ഓണേഴ്സും കൂടെ ചേർന്നിട്ട്. അപ്പോൾ നമ്മൾ ട്രാക്ക് ഡ്രൈവ്സിനും അല്ലെങ്കിൽ റെഗുലർ വീക്കെൻഡ് ഡ്രൈവ്സിനും പോകാറുണ്ട്. ഇതൊരു റെഗുലർ കാറായിട്ട് യൂസ് ചെയ്യുന്നതല്ല, ട്രാക്കിലോ അല്ലെങ്കിൽ വീക്കെൻഡ് ഡ്രൈവ്സിന് പോകുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാറാണ്. ഒമാനിൽ ലോട്ടസിൻ്റെ ഷോറൂം ഇല്ല, ഒമാനിൽ ലോട്ടസിൻ്റെ സർവീസ് സെൻറ്ററും ഇല്ല. അപ്പം സർവീസോ എന്തെങ്കിലും കാര്യങ്ങളോ മെയിൻ്റനൻസ് ഫെസിലിറ്റി വരുമ്പോഴത്തേക്കും ദുബൈയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ദുബൈയിലെ ലോട്ടസിൻ്റെ ഷോറൂം പോയിട്ടാണ് ചെയ്യുന്നത്. ഒമാനിൽ ഇതിന് ഔട്ട്ലെറ്റ് ഇല്ല. ലോട്ടസ് അല്ലാതെ എനിക്ക് ഒരു G ക്ലാസ് ബ്രാബസ് എഡിഷൻ ഉണ്ട്, ഒരു മസറാട്ടി ഗിബ്ലി ഉണ്ട്, ഒരു ഇൻഫിനിറ്റി G37 ഉണ്ട്, ഒരു വോൾവോ XC90 ഉണ്ട്, ഒരു പോർഷ് കൈനുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഓൺ ചെയ്യുന്ന കാർസ്. എൻ്റെ ഡ്രീം കാർസ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ഒരു കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി 2 വെഹിക്കിളാണ്. ഒന്നൊരു അപ്പോകാലിപ്സ് 6x6 എന്ന് പറഞ്ഞിട്ടൊരു എഡിഷൻ ഞാൻ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറീസിൽ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇലക്ട്രിക് വെർഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ തന്നെ പുതിയൊരു കാർ ഇറങ്ങുന്നുണ്ട്, എമീറ. ഒക്ടോബറിൽ അതിൻ്റെ ലോഞ്ചാണ്. ഈ 2 കാർസാണ് ഇനി ഫ്യൂച്ചറിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഡ്രീം ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് റിവ്യൂ ചെയ്തത് ലോട്ടസ് എലീസ് SC ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വാഹനം കാർനെറ്റ് ത്രൂ മസ്കറ്റിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നൊരു വാഹനമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലോട്ടസ് എലീസ് SC ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ട്രാക്ക് ഇൻസ്പയർഡ് അല്ലെങ്കിൽ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് കാർ തന്നെയാണ്. നമ്മൾ ലാംബോർഗിനിയും ഫെറാറിയൊക്കെ വരുന്ന പോലെ തന്നെ ഉള്ളൊരു വാഹനം തന്നെയാണ്. ഓവർ ഹാങ്സ് ഫ്രണ്ടിലും ബാക്കിലും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ തെറ്റില്ലാതെ ഓടിക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഹൈ പെർഫോമൻസ് റേസിംഗ് കാർസ് അല്ലെങ്കിൽ സ്പോർട്സ് കാർസ് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ലോട്ടസ് ഇപ്പം കൂടുതലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇലക്ട്രിക് യുഗം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രിക് കാർസിലൊക്കെ ഒരുപാടധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലോട്ടസിന് ഒരുപാടധികം ഇലക്ട്രിക് മോഡൽസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വിപണിയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് എലീസ് SC ആണ്, അതായത് സൂപ്പർ ചാർജ് ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള ലോട്ടസ് എലീസ് SC ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു പുതിയ വാഹനവുമായിട്ട് ഡ്രീം ഡ്രൈവിലൂടെ കണ്ടുമുട്ടാം. ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സോട്ടിക് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഡ്രീം ഡ്രൈവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വാഹനമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.